അങ്ങനെ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച 1.9 lakh rupees ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് തിരികെ കിട്ടിയിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയാം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ HDFC ബാങ്കിന്റെ പേസാപ്പിന്റെ പിക്സൽ പ്ലേ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു. എനിക്ക് ഓൾറെഡി HDFC ബാങ്കിന്റെ 2 വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരുന്നു. ഒന്ന് HDFC ബാങ്കിന്റെ ബിസിനസ് റിഗാലിയ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആയിരുന്നു. ഞാൻ പിന്നീട് HDFC ബാങ്കിന്റെ ടാറ്റ ന്യൂ ഇൻഫിനിറ്റി വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് എടുത്തപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കാർഡിന്റെ സെയിം ലിമിറ്റ് തന്നെ ഷെയ്ഡ് ആയിട്ടായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു 3 lakh ആണ് ലിമിറ്റ് എങ്കിൽ ആ 3 lakh തന്നെ ഷെയ്ഡ് ആയിട്ടായിരുന്നു രണ്ടാമത്തെ കാർഡിലും കിട്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 4.9 lakh rupees ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു മൂന്നാമത്തെ കാർഡ്, അതായത് പേസാപ്പിൻ്റെ പിക്സൽ പ്ലേ എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് വേരിയൻ്റ് എടുത്തപ്പോഴും സെയിം രീതിയിലായിരുന്നു ഞാൻ തിങ്ക് ചെയ്തിരുന്നത്. അതായത് ഷെയ്ഡ് ലിമിറ്റ് ആയിട്ടായിരിക്കും കിട്ടുക എന്നായിരുന്നു തിങ്ക് ചെയ്തിരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു കാർഡ് കൊണ്ട് ആവശ്യ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ആവേശത്തിന് പുറത്ത് ഞാൻ അപ്ലൈ ചെയ്തതാണ്. ഓൾറെഡി കാർഡ് ഉണ്ടായിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് KYC കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിന് അപ്രൂവ് ആവുകയും കാർഡ് ആക്റ്റീവായി കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പിൽ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഷെയ്ഡ് ലിമിറ്റ് അല്ല, നമുക്ക് ഓൾറെഡി ഉള്ള കാർഡിൻ്റെ ലിമിറ്റ് ട്രാൻസ്ഫർ ചെയ്തെടുത്താണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് 4.9 lakh rupees ലിമിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും 1.9 lakh rupees ഞാൻ പുതിയതായിട്ട് എടുത്ത HDFC ബാങ്കിൻ്റെ ഒരു പിക്സൽ പ്ലേ എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് വേരിയന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ആ ഒരു കാർഡ് എടുത്തു. അങ്ങനെ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് തോന്നി, ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പല ഫോറത്തിൽ നോക്കിയ സമയത്ത് കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫർ ചെയ്തെടുത്ത ലിമിറ്റ് നമ്മുടെ പ്രൈമറി കാർഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമെന്നാണ് പല ഫോറത്തിലും കാണുവാനായിട്ട് സാധിച്ചത്. സോ അങ്ങനെ തന്നെ ഞാൻ തിങ്ക് ചെയ്തു, കാർഡ് ക്ലോസ് ചെയ്തു. കാർഡ് ക്ലോസ് ചെയ്തതിനെ പറ്റിയും എങ്ങനെ ക്ലോസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് ക്ലോസ് ചെയ്തു അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാർഡ് ക്ലോസ് ചെയ്തു. കാർഡ് ക്ലോസ് ചെയ്ത റെസ്പോൺസിൽ എനിക്ക് ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ നമ്മളുടെ പ്രൈമറി കാർഡിലേക്ക് ആ ഒരു ലിമിറ്റ് ട്രാൻസ്ഫർ ആയി കിട്ടും. വേറെ പോളിസി വയലേഷൻ ഒന്നും ഇല്ല എങ്കിൽ എന്ന് പറഞ്ഞ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ കിട്ടിയെങ്കിലും ഞാൻ ഒന്നുകൂടി അവരുടെ ആ ഒരു പേസാപ്പിൻ്റെ ആപ്പ് വഴി കസ്റ്റമർ സപ്പോർട്ടിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പേസാപ്പിൻ്റെ ആപ്പിൽ തന്നെ കാർഡ് ക്ലോസ് ചെയ്തു പക്ഷേ ലിമിറ്റ് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഒന്നുകൂടി ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ സെയിം റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്. 15 ദിവസത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പ്രൈമറി കാർഡിലേക്ക് ലിമിറ്റ് റിവേഴ്സ് ആയി കിട്ടും, വേറെ പ്രത്യേകിച്ച് പോളിസി വയലേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലെന്ന്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഓട്ടോമാറ്റിക്കായിട്ട് ലിമിറ്റ് എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടിയില്ല. അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഈ ഒരു പേസാപ്പിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിന് പകരം HDFC ബാങ്കിൻ്റെ കാർഡ് സെക്ഷൻ കസ്റ്റമർ സപ്പോർട്ടിനെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തു. അവരുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഇമെയിൽ അയച്ചു. അങ്ങനെ അയച്ച ഇമെയിലിന് റീപ്ലൈ ആയിട്ട് വന്നത് അൺഫോർച്യുനേറ്റ്ലി അവർക്ക് ഈ ഒരു കാർഡുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു. നിങ്ങൾ ഈ ഒരു പേസാപ്പിൻ്റെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ് എനിക്ക് റെസ്പോൺസ് വന്നത്. അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ഇമെയിലിൽ ഉണ്ടായിരുന്നത്. പേസാപ്പിൻ്റെ ഓപ്ഷൻസിൽ പോയിട്ട് സപ്പോർട്ട് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു ഇഷ്യൂ റേസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ റേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം കിട്ടിയ ആ ഒരു റെസ്പോൺസ് തന്നെയായിരിക്കും ഓട്ടോമാറ്റിക്കലി വരുന്നത്. കാർഡ് ക്ലോസ് ചെയ്തു 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രൈമറി കാർഡിലേക്ക് ലിമിറ്റ് റിവേഴ്സ് ആയി കിട്ടും, പ്രത്യേകിച്ച് പോളിസി വയലേഷനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ന് ആ ഒരു റെസ്പോൺസ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാന്ന് കരുതി ഞാൻ അതങ്ങ് ക്ലോസ് ചെയ്തു. ഇനി ലിമിറ്റ് കിട്ടില്ല എന്ന് കരുതി ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു പേസാപ്പിൻ്റെ പിക്സൽ പ്ലേ വേരിയൻ്റ് കാർഡ് അല്ലെങ്കിൽ പിക്സൽ ഗോ വേരിയൻ്റ് കാർഡ് എടുക്കുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. HDFC ബാങ്കിൻ്റെ പ്രൈമറി കാർഡ് സെക്ഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് കാർഡ് ക്ലോസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും പേസാപ്പ് ആപ്പ് വഴിയായിരിക്കും വരുന്നത്. നിങ്ങൾ ഡയറക്റ്റായിട്ട് HDFC ബാങ്കിൻ്റെ മറ്റു കാർഡുകളുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കോമൺ ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ട് കാർഡ് കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനും കിട്ടില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. പേസാപ്പിൻ്റെ അണ്ടറിൽ വരുന്ന 2 കാർഡ് വേരിയൻ്റാണ് പിക്സൽ പ്ലേയും അതുപോലെ തന്നെ പിക്സൽ ഗോയും. അങ്ങനെ ഞാൻ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തതാണ്. പോയി ആ ലിമിറ്റ് പോയി ഇനി തിരികെ കിട്ടില്ല എന്ന് കരുതി. പക്ഷേ ഈ ഒരു 2 വീക്ക് മുമ്പ് എൻ്റെ പല വീഡിയോയുടെയും താഴെ കമൻറ്റായിട്ട് വന്നു, ചിലർക്കൊക്കെ ഇങ്ങനെ കാർഡ് ക്ലോസ് ചെയ്തപ്പോൾ ലിമിറ്റ് റിവേഴ്സ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ എനിക്ക് ആ ഒരു ഏപ്രിൽ മാസത്തിൽ ഞാൻ HDFC ബാങ്കിൻ്റെ നോർമൽ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് ഇമെയിൽ അയച്ചപ്പോൾ വന്ന റെസ്പോൺസ് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു എസ്കലേഷന് വേണ്ടി ഒരു ഫോം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഫോം വഴി ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ ആ ഒരു ലിങ്ക് വഴി ഞാൻ ആ ഒരു പഴയ കംപ്ലയിൻറ്റ് നമ്പർ വെച്ച് ഒരു എസ്കലേഷൻ ഞാൻ ട്രൈ ചെയ്തു. അത് ട്രൈ ചെയ്തത് ഈ ഒരു ജൂൺ 13-ാം തീയതിയാണ്. ഒരു 18-20 ആയപ്പോൾ എനിക്കൊരു റെസ്പോൺസ് വന്നു, നിങ്ങളുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റേർഡ് ആയി, ഒരു ടീമിന് കൈമാറി എന്ന് പറഞ്ഞുകൊണ്ട്. 23-ാം തീയതി എനിക്കൊരു വീണ്ടും ഒരു മെയിൽ വന്നു, നിങ്ങളുടെ ലിമിറ്റ് 7 to 10 വർക്ക് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പ്രൈമറി കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുമെന്നും പ്രത്യേകിച്ച് പോളിസി വയലേഷനൊന്നും ഇല്ലെങ്കിലെന്ന് അതിലും പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനോർത്തു പഴയ ഒരു പ്രോസസ്സ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നില്ല എന്ന് കരുതി. പക്ഷേ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ലിമിറ്റ് ഫുൾഫില്ലായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ 3 lakh എന്ന് പറഞ്ഞ ലിമിറ്റ് എൻ്റെ പഴയ ലിമിറ്റായ 4.9
lakh എന്ന് പറഞ്ഞ ലിമിറ്റിലേക്ക് റീസ്റ്റോർ ആയിട്ടുണ്ട്. ഞാൻ ആ ഒരു കാർഡ് ക്ലോസ് ചെയ്ത സമയത്ത് വീഡിയോ ചെയ്തപ്പോൾ പലരും കമന്റ് ഒക്കെ ഇട്ടിരുന്നു ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്തിട്ട് ആ ലിമിറ്റ് റിവേഴ്സ് ആയി കിട്ടിയെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട്. അതുപോലെ തന്നെ പല വീഡിയോയുടെയും കമന്റിൽ താഴെയായിട്ട് വന്നിരുന്നു ലിമിറ്റ് കിട്ടിയോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ലിമിറ്റ് ഇപ്പോൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കാർഡ് ക്ലോസ് ചെയ്തിട്ട് ലിമിറ്റ് തിരികെ കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ HDFC ബാങ്കിൻ്റെ നോർമൽ ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ്റെ കസ്റ്റമർ കെയർ ഇമെയിൽ ID ഉണ്ട്. ഞാനത് വീഡിയോയുടെ എവിടെയെങ്കിലും കാണിക്കാം. അപ്പോൾ ആ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ടൊരു ഇമെയിൽ അയക്കുക. നേരെ ChatGPT എടുക്കുക, കാര്യങ്ങൾ പറയുക, നല്ലൊരു മെയിൽ അവർ ഉണ്ടാക്കി തരും. അത് വെച്ചൊരു മെയിൽ അയക്കുക. മെയിൽ അയച്ച് കഴിയാൻ നേരത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പിൽ പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടിയേക്കാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലൊരു എസ്കലേഷൻ ഫോം അതിൻ്റെ അകത്ത് ഉണ്ടാകും. ആ ഒരു ഫോമിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ആദ്യം അയച്ച മെയിലിൻ്റെ കംപ്ലയിൻറ്റ് ID വെച്ചൊരു ഒരു എസ്കലേഷൻ ട്രൈ ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കൂടി കഴിയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് കിട്ടിയ പോലെ നിങ്ങൾക്കും റീസ്റ്റോർ ആയി കിട്ടിയേക്കാം. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പലർക്കും ഈ പറഞ്ഞ രീതിയിൽ ഈ സ്റ്റെപ്പിലേക്കൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. ചിലർക്കൊക്കെ കാർഡ് ക്ലോസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ചിലർക്കൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഡിലേയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു HDFC ബാങ്കിൻ്റെ പേസാപ്പിൻ്റെ ഏതെങ്കിലും കാർഡ് വേരിയൻറ്റ് ക്ലോസ് ചെയ്തിട്ട് ലിമിറ്റ് തിരികെ കിട്ടാതെ വിഷമിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ കാർഡ് ക്ലോസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് റീസ്റ്റോർ ആയി കിട്ടിയോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി